ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലരും പറയുന്നുണ്ട് പ്രാക്ടീസുകൾ ചെയ്യാൻ ഭയങ്കര മടിയാണെന്ന്. ഒന്നും ശരിയാവുന്നില്ല, മടി കൊണ്ടിട്ട് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. പിന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് പലപ്പോഴും മാറ്റിവെക്കുകയാണ് പതിവ്. സ്കൂളിലേക്കുള്ള കാര്യങ്ങളോ കോളേജിലേക്കുള്ള കാര്യങ്ങളോ ജോലി സ്ഥലത്തേക്കുള്ള കാര്യങ്ങളോ വീട്ടിലെ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യാൻ തോന്നുന്നില്ല. പ്രശ്നം മടിയാണ് എന്ന് പറയാറുണ്ട്. ഈ മടി മാറ്റാൻ ഇനി എന്താ ചെയ്യുക? എങ്ങനെയാണ് മടി എളുപ്പത്തിൽ മാറ്റേണ്ടതെന്ന് അറിയാൻ വീഡിയോ മുഴുവനായി തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പോസിറ്റീവ് വൈബുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക. മാർച്ച് മാസം മുതൽ അതിന് ഫ്രീ ക്ലാസ്സുകൾ കൊടുക്കുന്നതാണ്. മടി മാറ്റാനുള്ള ഏറ്റവും ഫലപ്രദമായ ലളിതമായ ഒരു മാർഗമാണിത്. ശരിക്കു പറഞ്ഞാല് മടി തുടങ്ങുന്നത് ജോലിയിൽ നിന്നല്ല, പകരം മനസ്സിലെ ഭാരം കൊണ്ടാണ്. അപ്പൊ ഇതിന്റെ പേര് 5 മിനിറ്റ് റൂൾ എന്നാണ്. ആദ്യമേ തന്നെ നിങ്ങൾ മുഴുവനായി നിങ്ങളെ തന്നെ ഒന്ന് റിലാക്സ് ചെയ്യുക. അതിനു വേണ്ടിയിട്ട് സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കുക. ജെന്റ്ലി ക്ലോസ് യുവർ ഐസ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 3 തൊട്ട് 5 വരെ ഡീപ് ബ്രെത്ത്സ് എടുക്കുക. ഓരോ പ്രാവശ്യവും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ശാന്തിയും സമാധാനവും നിറയുന്നതായിട്ട് സങ്കല്പിക്കുക. കുറച്ചു നേരം ഹോൾഡ് ചെയ്തതിനു ശേഷം പുറത്തേക്ക് ബ്രെത്ത് വിടുക. ആ ബ്രെത്ത് പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കേണ്ടത്, എന്റെ മനസ്സിലുള്ള മുഴുവൻ സമ്മർദ്ദവും ടെൻഷനും പുറത്തേക്ക് പോയതായിട്ട് ഇമാജിൻ ചെയ്യുക. അതിനുശേഷം സ്വയം ഇങ്ങനെ പറയുക, എനിക്ക് ഇപ്പോൾ ആരംഭിക്കാം. ആരംഭിച്ചാൽ ഊർജം വരും. എന്റെ മനസ്സ് എന്റെ കൂടെയാണ്. പിന്നെ ഈ 5 മിനിറ്റ് നിയമം പ്രയോഗിക്കുക. 5 മിനിറ്റ് റൂള് പ്രയോഗിക്കുക. ഇനി 5 മിനിറ്റ് റൂൾ എന്താണെന്ന് നോക്കാം. ഇത്രയും നേരം പറഞ്ഞത് ഇതിന്റെ പ്രിപ്പറേറ്ററി സ്റ്റേജ് ആണ്. ഇനി 5 മിനിറ്റ് റൂൾ ചെയ്യുമ്പോൾ ഇത് 5 മിനിറ്റ് മാത്രം ഞാൻ ചെയ്യും. അതായത് എനിക്ക് ചെയ്യേണ്ട ജോലി എന്താണോ അത് 5 മിനിറ്റ് മാത്രം ഞാൻ ചെയ്യുമെന്ന് മനസ്സിനോട് പറയുക. ഒന്നാമത്തെ സ്റ്റെപ്പ്, നമുക്ക് ചെയ്യുവാൻ മടിയുള്ള കാര്യത്തെ ഓർക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ്, മനസ്സിൽ പറയുക, ഇത് ഞാൻ 5 മിനിറ്റ് മാത്രം ചെയ്യും. മൂന്നാമത്തെ സ്റ്റെപ്പ്, ടൈമർ 5 മിനിറ്റ് സെറ്റ് ചെയ്യുക. ഉടനെ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ടൈമർ സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾ നിർത്താതെ നിങ്ങളുടെ ജോലി സ്റ്റാർട്ട് ചെയ്യുക. 5 മിനിറ്റ് മാത്രം ചെയ്താൽ മതിയല്ലോ, പൂർണ്ണത വേണ്ട, നിങ്ങൾ അങ്ങ് തുടങ്ങുക. സാധാരണ 5 മിനിറ്റ് കഴിഞ്ഞാല് നമ്മൾക്ക് ആ ജോലി തുടങ്ങാനായിട്ട്, അതായത് അതൊന്ന് ആരംഭിച്ച് കിട്ടാനാണ് ബുദ്ധിമുട്ട്. പക്ഷെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാല് നമ്മുടെ മനസ്സ് ഓട്ടോമാറ്റിക് ആയിട്ട് ഫ്ലോയിൽ പൊക്കോളും. പിന്നെ നിർത്തുവാൻ നമുക്ക് സാധാരണ തോന്നാറില്ല. ഇനി നമുക്ക് സപ്പോസ് നിർത്തുവാൻ തോന്നി, 5 മിനിറ്റ് അല്ലേ ഞാൻ പറഞ്ഞത്, 5 മിനിറ്റ് കഴിഞ്ഞല്ലോ, ടൈമർ അടിച്ചല്ലോ, ഞാൻ നിർത്തുകയാണ് എന്ന് മനസ്സ് നമ്മളോട് പറയുകയാണെങ്കിൽ ഒരിക്കലും ഫോഴ്സ് ചെയ്യരുത്, ഉടനെ തന്നെ നിർത്തുക. എന്നിട്ട് നിങ്ങൾ 5 മിനിറ്റ് നിങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചതിന് നന്ദി പറയുക. ഗ്രാറ്റിറ്റ്യൂഡ്. എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. എനിക്ക് 5 മിനിറ്റ് ചെയ്യാൻ സാധിച്ചല്ലോ, അതിന് നന്ദി പറയുക. അതിനുശേഷം നിങ്ങളൊരു 2 മിനിറ്റ് റിലാക്സ് ചെയ്യുക. അതിനായിട്ട് നിങ്ങളൊന്ന് എഴുന്നേൽക്കുക. ആദ്യം തന്നെ എഴുന്നേറ്റ് നിന്നിട്ട് സ്ട്രെച്ച് യുവർ ഷോൾഡേഴ്സ്. നിങ്ങളുടെ ഷോൾഡേഴ്സ് പുറകിലേക്കൊന്ന് സ്ട്രെച്ച് ചെയ്യുക. നമ്മൾ സാധാരണ സ്ട്രെച്ച് ചെയ്യാറില്ലേ, അതുപോലെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു 3 ഡീപ് ബ്രെത്ത് എടുക്കുക. ആദ്യം ചെയ്തതുപോലെ തന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശാന്തിയും സമാധാനവും മനസ്സിൽ നിറയുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. കുറച്ചു നേരം ഹോൾഡ് ചെയ്യുക അങ്ങനെ തന്നെ. അതിനുശേഷം ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള സകല സമ്മർദ്ദങ്ങളും സകല ടെൻഷൻസും പുറത്തേക്ക് പോകുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. ഇപ്പൊ നിങ്ങൾ വീണ്ടും അടുത്ത 5 മിനിറ്റിന് റെഡിയായി കഴിഞ്ഞു. വീണ്ടും നിങ്ങൾ പഴയതുപോലെ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോ 5 മിനിറ്റ് റൂൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ 5 മിനിറ്റ് റൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മടി മാറ്റാവുന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഓർക്കേണ്ട ഗോൾഡൻ റൂൾ എന്താണെന്ന് വെച്ചാല്, മടി മാറിയിട്ട് ചെയ്യാം എന്ന് നമ്മൾ വിചാരിച്ചാൽ ആ കാര്യം ഒരിക്കലും നടക്കില്ല. അത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു ചിന്താധാരയാണ്. പകരം എന്താണ്, നമ്മൾ ചെയ്താൽ മടി മാറും. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ചെയ്താൽ മടി മാറും.
ആ തുടങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 5 മിനിറ്റ് റൂള് സെറ്റ് ചെയ്യുന്നത്. ആ 5 മിനിറ്റ് റൂള് കൊണ്ട് നമുക്ക് ചെയ്തു തുടങ്ങാനും ഒരു മൊമെന്റത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഫ്ലോയിലേക്ക് മനസ്സ് വന്നോളും. ആ ഫ്ലോയിൽ നമുക്ക് പോകാൻ സാധിക്കും. പിന്നെ നമ്മൾക്ക് ഫോഴ്സ് ചെയ്യരുത് ഒരിക്കലും. നമ്മൾ 5 മിനിറ്റിന് ശേഷം നമ്മളെ ഫോഴ്സ് ചെയ്യരുത്. ഒരു 2 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് ഞാൻ പറഞ്ഞ രീതിയിൽ എഴുന്നേറ്റ് ഷോൾഡർ ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് ഡീപ് ബ്രെത്ത് എടുത്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. അതെന്താണെന്ന് വെച്ചാല് ശരീരചലനം നമ്മുടെ മനസ്സിലെ മടി ഓട്ടോമാറ്റിക് ആയിട്ട് തകരും. അവിടെ നമ്മുടെ ബോഡി മൂവ്മെന്റ്സിലേക്ക് വന്നു. നമ്മള് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മള് ഓക്കെ, എനിക്ക് 5 മിനിറ്റ് റൂൾ നമ്മൾ സെറ്റ് ചെയ്തു, നമ്മൾ ആ രീതിക്ക് ഡെവലപ്പായി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ മനസ്സത് കുറച്ച് കഴിയുമ്പോൾ മൊമെന്റം ഏറ്റെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പിന്നെ എനിക്ക് മടിയാണെന്ന് റിപ്പീറ്റഡ് ആയിട്ട് ഒരു കാരണവശാലും പറയരുത്. കാരണം നമ്മുടെ തോട്ട്സിന് പവറുണ്ട്, നമ്മുടെ വേർഡ്സിന് പവറുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മുടെ മൈൻഡ് പവർ കൂടി ഇതിനകത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കാരണം എന്താ, എനിക്കിപ്പോൾ ആരംഭിക്കാം, ആരംഭിച്ചാൽ ഊർജ്ജം വരും, എന്റെ മനസ്സ് എന്റെ കൂടിയാണെന്ന് നമ്മൾ പറയുന്നുണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട്. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും 5 മിനിറ്റ് കഴിഞ്ഞിട്ട് 2 മിനിറ്റ് റെസ്റ്റ് എടുത്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നാൽ വീണ്ടും ഈ അഫർമേഷൻസ്, ഈ സെന്റൻസ് നിങ്ങൾക്ക് വീണ്ടും യൂസ് ചെയ്യാം. അതോടൊപ്പം നിങ്ങളുടെ മനസ്സിനോട് പറയുക, ചെയ്താലാണ് മടി മാറുക. അപ്പോൾ ഉറപ്പായിട്ടും എനിക്ക് എന്നെ തന്നെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം എന്റെ മനസ്സിന്റെ കൺട്രോൾ എന്റെ കയ്യിലാണ്. അല്ലാതെ എന്നെ മനസ്സ് നിയന്ത്രിക്കുകയല്ല ചെയ്യുന്നത്. എന്റെ മനസ്സിനെ ഞാനാണ് നിയന്ത്രിക്കുന്നത്. ഞാനാണ് യജമാനൻ. എനിക്കാണ് വിജയിക്കേണ്ടത്. ഈ ഒരു തോട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. അപ്പൊ ഇപ്പൊ തന്നെ തുടങ്ങല്ലേ, മടി മാറ്റി എല്ലാവരും ഊർജ്ജസ്വലരായിട്ട് പ്രാക്ടീസുകളെല്ലാം ചെയ്ത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ സക്സസ്ഫുൾ ആക്കാൻ പോവല്ലേ. ഞാൻ നിങ്ങളുടെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റ് എനിക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മടി മാറ്റി എല്ലാവരും പ്രാക്ടീസുകൾ തുടരുക. നിങ്ങളുടെ എന്ത് ജോലിയിലാണെങ്കിലും ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. ലവ് യു ഓൾ.